വാർത്തയിലേക്ക് മാധ്യമപ്രവർത്തകൻ സിദ്ദിഖാപ്പനെതിരെ നീക്കവുമായി പോലീസ്. രാത്രി സിദ്ദിഖാപ്പൻ വീട്ടിൽ ഉണ്ടാകുമോ എന്ന് അന്വേഷിച്ചെത്തിയ പോലീസ് അർദ്ധരാത്രി 12 മണിയോടെ പരിശോധനയ്ക്കെത്തുമെന്ന് അറിയിക്കുകയായിരുന്നു. പോലീസ് നീക്കത്തിൽ നിഗൂഢതയുണ്ട് എന്നും അർദ്ധരാത്രി വീട്ടിൽ പരിശോധനയ്ക്ക് വരുമെന്ന് പറയുന്നത് അസാധാരണ സാഹചര്യമെന്നും സിദ്ദിഖാപ്പൻ പ്രതികരിച്ചു. സാധാരണ ചെക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ അസാധാരണമായ സമയമാണല്ലോ. 12 മണിക്ക് ശേഷം പ്രത്യേകിച്ച് ഒരു വീട്ടിൽ വന്നിട്ട് പ്രത്യേകമായ ഒരു സാഹചര്യം ഇല്ലാത്ത സമയത്ത് 12 മണിക്ക് ശേഷം ചെക്കിങ്ങിന് വരിക എന്ന് പറയുന്നത് ഞാനൊരു ഹാബിച്വൽ ഒഫൻഡറൊന്നുമല്ല. ഈ സാധാരണമായ ഒരു ചെക്കിംഗ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുന്നത് ഒരു അസാധാരണമായ നടപടിക്രമങ്ങളിലൂടെയാണ്. പോലീസ് ഇവിടെ വരുന്നത് തന്നെ ഇവിടെ നന്നായിട്ട് കാടിളക്കിയിട്ടാണ് ഇവിടെ വരുന്നത്. വീട്ടിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഇവരൊക്കെ ഉറക്കം ഒഴിച്ചിട്ട് ഈ പോലീസിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു നിഗൂഢത ഉണ്ടാക്കാനുള്ള ഒരു സമൂഹത്തിനിടയിലോ അല്ലെങ്കിൽ ആരെയോ ഭയപ്പെടുത്താനുള്ള ശ്രമം. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഞങ്ങളുടെ ഭയം എന്നോ മരിച്ചു കഴിഞ്ഞു. 28 മാസം അന്യായമായിട്ട് ജയിലിലടക്കപ്പെട്ട ആളാണ്. അതോടുകൂടി തന്നെ നമ്മുടെ ഭയം നഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഒന്നും കൂടി ജയിലിൽ പോകുന്നതിന് പോലും നമുക്ക് ഒരു മടിയില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഹാത്രസ് സംഭവത്തിന്റെ ഇടയിൽ ആയിരുന്നു സിദ്ദിഖാപ്പനെ ഉത്തർപ്രദേശ് പോലീസ് പിടികൂടുന്നത്. പിന്നീട് ജയിൽവാസം അനുഭവിക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. കോടതി ഉത്തരവിലൂടെയാണ് ഇപ്പോൾ സിദ്ദിഖാപ്പൻ കേരളത്തിലേക്ക് തിരികെ എത്തിയിട്ടുള്ളത്. ഏത് പോലീസ് ആണ് ഇങ്ങനെ എത്തിയത് എന്നാണ് സിദ്ദിഖാപ്പൻ പറയുന്നത്? എന്താണ് ഈ പോലീസ് പറഞ്ഞത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പരിശോധന എന്നാണ് പോലീസ് പറയുന്നത്? അത്തരം കാര്യങ്ങളിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, ഇന്നലെ വൈകുന്നേരം വേങ്ങര പോലീസ് സ്റ്റേഷനിലെ 2 ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി. ഇന്ന് രാത്രി 12 മണി ഇവിടെ ഉണ്ടാകണമെന്നും ആ സമയത്ത് മലപ്പുറത്തെ പോലീസ് ഇവിടെ എത്തും, അന്വേഷണങ്ങളുടെ ഭാഗമായാണ്, പരിശോധനയുടെ ഭാഗമായാണെന്ന് അറിയിക്കുകയും ചെയ്തു എന്നാണ് സിദ്ദിഖാപ്പൻ ആദ്യം പറഞ്ഞത്. തുടർന്ന് സിദ്ദിഖാപ്പൻ്റെ അഭിഭാഷകൻ ഇക്കാര്യം അന്വേഷിച്ചപ്പോഴും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സാധാരണ ഒരു അന്വേഷണം എന്ന തരത്തിലൊരു മറുപടിയാണ് കിട്ടുന്നത്. പക്ഷേ ഇന്നലെ രാത്രി പോലീസ് എത്തിയില്ല. രാത്രി 2 മണി വരെ കാത്തിരുന്നു എന്നാണ് സിദ്ദിഖാപ്പൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ദുരൂഹത സൃഷ്ടിക്കാനാണ് പോലീസിന്റെ നീക്കമെന്ന് സിദ്ദിഖാപ്പൻ ആരോപിക്കുന്നു. താനൊരു നിത്യ കുറ്റവാളിയൊന്നുമല്ല, അത്തരത്തിൽ നിയമലംഘനവുമല്ല. പിന്നെ എന്തിനാണ് ഭയപ്പെടുത്തുവാനുള്ള ഈ നീക്കം? മുൻപ് തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങളെ ചെറുത്തു കഴിഞ്ഞതാണ്. പോലീസ് ഏകപക്ഷീയമായിട്ട് പെരുമാറുന്നതിൻ്റെ ഒരു സൂചന മാത്രമാണിത്. അത്തരത്തിലുള്ള വലിയ ഗുരുതര ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനോട് സംസാരിച്ചിരുന്നു. പോലീസ് പറയുന്നത് പോലീസ് ആസ്ഥാനത്ത് നിന്നും ലഭിക്കുന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോ ജില്ലകളിലും നടത്തുന്ന പരിശോധനകളുടെ ഭാഗമായിട്ട് നടത്തിയ അന്വേഷണമാണിത്. സിദ്ദിഖാപ്പൻ്റെ ഒരു കേസിൽ ഉൾപ്പെട്ട ആളാണ്, ജാമ്യത്തിലാണ്. ആ കേസിൽ ഉൾപ്പെട്ട ആൾ എന്ന നിലയ്ക്ക് പല ഇത്തരത്തിൽപ്പെട്ട കേസുകളിൽപ്പെട്ട ആളുകളുടെ പട്ടിക പോലീസിൻ്റെ പക്കലുണ്ട്. അതുപ്രകാരം നൽകുന്ന നിർദ്ദേശപ്രകാരം ഓരോ മേഖലയിലും അല്ലെങ്കിൽ ആ മേഖലയിൽ നടത്തുന്ന അന്വേഷണങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത് എന്നാണ് മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഇതിൽ അസാധാരണമായിട്ടൊന്നുമില്ല, മറ്റ് വിവാദങ്ങളാക്കേണ്ട ഇതില്ല എന്ന് പോലീസ് പറയുമ്പോഴും ഇത്തരത്തിൽ രാത്രി 12 മണിക്ക് എന്തിനെത്തണം? സാധാരണഗതിയിലൊന്ന് വിളിപ്പിച്ചാൽ തന്നെ ഈ കാര്യങ്ങൾ പോലീസിന് മനസ്സിലാക്കാനും കഴിയുന്നതേ ഉള്ളൂ. എന്നിരിക്കെ ഇത്തരത്തിലൊരു നീക്കം നടത്തിയതിന് എന്ന ചോദ്യമാണ് വരുന്നത്. പോലീസ് പറയുന്നത് ഇത് എല്ലാ ജില്ലകളിലും നടത്തുന്നതാണ് ഈ ഒരു നടപടികൾ. അതിന്റെ ഭാഗമായി മാത്രം നടത്തിയ അതായത് ഈ 12 മണിക്ക് പറയുന്നത് പോലെ ഇതിലൊരു അസ്വാഭാവികത തോന്നുന്നത് അനുമോദ് രാത്രി എത്തുക എന്നുള്ളതാണല്ലോ. സാധാരണ നിലയിൽ ഒരു വ്യക്തി ജാമ്യത്തില് അല്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ കേരളത്തിൽ തുടരുന്നത്. അതിന് ചില നിബന്ധനകൾ ഉണ്ട് താനും. ആ നിബന്ധനകളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടാകാം, അല്ലെങ്കിൽ സ്വാഭാവികമായും അവിടെ തുടരാൻ സാധിക്കില്ല. അതിനിടയിൽ ഈ രാത്രി എത്തേണ്ട ഒരു സാഹചര്യം, പോലീസ് പരിശോധന നടത്തുന്നതിനെയും നമുക്ക് തള്ളിക്കളയാനാവില്ല പൂർണ്ണമായും. അപ്പോഴും ഈ രാത്രി 12 മണിക്ക് എത്തും എന്നൊക്കെ പറയുമ്പോൾ അതെന്തിന് എന്ന് കൃത്യമായൊരു മറുപടി പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടോ? പോലീസിനെ സംബന്ധിച്ച് ഇത്തരം പട്ടികയിൽ ഉൾപ്പെട്ട ആളുകളുടെ പരിശോധനകൾ രാത്രിയെല്ലാം നടത്താറുണ്ട്. അതായത് അവരുടെ കണക്കിൽ ഈ കേസിൽ ഉൾപ്പെട്ട ആളുകൾ, അത് ഏത് തരത്തിലാണ് അവർ കേസിൽ ഉൾപ്പെട്ടത് എന്നത് പോലീസിനെ സംബന്ധിച്ച് വ്യക്തമാകുന്ന കാര്യമല്ല. അവരെ സംബന്ധിച്ച് കേസിൽ ഉൾപ്പെട്ട ഇത്തരത്തിൽ ജാമ്യത്തിലിറങ്ങിയ കോടതിയുടെ മുമ്പിലിരിക്കുന്ന കേസിലെ ഒരാളാണ്. അപ്പോൾ അവർ സാധാരണ മറ്റെല്ലാവരുടെയും കേസുകളിൽ കാര്യങ്ങളിൽ നടത്തുന്ന വിശദീകരണം ഇങ്ങനെ രാത്രിയാണ് പരിശോധന നടത്തുന്നത് എന്നൊരു കാര്യമാണ് അവർ പറയുന്നത്. രാത്രിയാണ് സാധാരണഗതിയിൽ ഇങ്ങനെയൊരു സംഭവം നടത്താറുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നടത്തിയത് അന്വേഷണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ഇത്തരം പ്രതിപട്ടിക അല്ലെങ്കിൽ പോലീസിൻ്റെ
കൈവശമുള്ള പട്ടികയിൽ ഉൾപ്പെട്ടവരെ പോലീസിന് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം. അതിൽ സ്ഥിരം കുറ്റവാളികളുണ്ടാകും, സ്ഥിരം നിയമലംഘനരുണ്ടാകും, മറ്റ് കേസുകളിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ടവരുണ്ടാകും. അവരെയൊക്കെ ചിലപ്പോൾ ഈ ജാമ്യ വ്യവസ്ഥകളോ പോലീസിൻ്റെ വ്യവസ്ഥകളോ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ രാത്രി പരിശോധിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കാം. അങ്ങനെ അത്തരത്തിലൊരു നടപടികളുടെ ഭാഗമായിട്ടാണ് ഈ നീക്കമുണ്ടായത് എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. എന്നാണെങ്കിലും അതിൽ ദുരൂഹത സൃഷ്ടിക്കുവാനും ഈ മറ്റെന്തോ ഭയപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ എന്നും സിദ്ദിഖ് കാപ്പൻ്റെ കുടുംബം ആരോപിക്കുമ്പോൾ ഇത്രയും കാലം സിദ്ദിഖ് കാപ്പൻ നേരിട്ട നടത്തുന്ന ഈ നിയമ പോരാട്ടങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അത് പറയാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിയുക തന്നെ ചെയ്യും. കാരണം അത്രയുമേറെ അദ്ദേഹം ഈ കേസിൽ ഉൾപ്പെട്ട് നിയമ പോരാട്ടം നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗത്തു നിന്നും സംഭവിച്ച ഈ രാത്രി 12 മണിയോടെ എത്തുമെന്ന് പറഞ്ഞ് നടത്തിയ ഈ നീക്കം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് അല്പം വിചിത്രമാണ്, ദുരൂഹമാണെന്ന് അദ്ദേഹത്തിന് അവകാശപ്പെടാം. പോലീസ് പറയുന്നത് പക്ഷേ ഇത് സാധാരണ അന്വേഷണങ്ങളുടെ ഭാഗമായി മാത്രം നടത്തിയ ഒന്നാണ് എന്നാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ ആണ് CV അനുമോദ് നൽകിയത്.